അപ്പം ഈ വീഡിയോ എനിക്ക് 4 ആൾക്കാരിലോട്ട് എത്തിക്കണം, കുറച്ചധികം ആൾക്കാർ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ തമ്പനിൽ ഇട്ടിട്ട്. ദിവസം ഞങ്ങൾ കാണുന്നതാ. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അത്രക്കാരനല്ല. റിയൽ നെയിം Rename Abdullah. അബ്ദുള്ള. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ മയിറില് ചെയ്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. ഇറ്റ്സ് ഇമ്പോസിബിൾ. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാല് ആ കഴുതപ്പുറത്ത് നമുക്ക് കയറുമ്പോഴേ അറിയാം ഒരാൾക്ക് തന്നെ കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. കഴുതയാണ് അതിന്റെ ബാക്കില്. ആ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 2 പേരിരിക്കുമ്പോൾ എത്രത്തോളം ആ ബാക്കിൽ ഇരിക്കുന്ന ആള് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് അത് ശരിയാ. നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയാ കുടിക്കുള്ളൂ. പിന്നെ പോകുന്നത് കഴുതയാണ്, അല്ലാതെ ഫ്ലൈറ്റിലല്ല കയറിയിരിക്കുന്നത്. അതിന്റെ ചലനം നമുക്കറിയാം. അതിനനുസരിച്ച് അയാളുടെ ശരീരമൊക്കെ തൊടും. ചിലപ്പോൾ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലാ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് അറിയില്ല എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എന്റെ മാനത്തിനേക്കാളും എന്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ. പിന്നെ ഈ സ്ത്രീ പറയുന്നുണ്ട് എന്റെ മാനത്തിനേക്കാൾ വില എന്റെ ജീവന് കൊടുത്തു. അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായപ്പോ എനിക്ക് എവിടെ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല, ഞാൻ എങ്ങനെ സഹിക്കും സമാധാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവര് കരയുകയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. എത്ര അല്ല 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 എന്നവർ ആവർത്തിച്ചാലും കണ്ടന്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് പോരല്ലോ സാറേ. വലിയൊരു ഡിപ്രഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ അതൊരു വീഡിയോ ആക്കി ഇടാനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്ക് ഉണ്ടാകില്ലായിരുന്നു. അതൊക്കെ നമുക്കറിയാം. പോട്ടെ, കച്ചവടമാണല്ലോ എല്ലാം. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഈ ജോർദാൻ വീഡിയോ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഇത്രയും ആളുകൾ അതിൽ റിയാക്ഷൻ ചെയ്യുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീക്യാപ്പ് ഇട്ടതും തമ്പനിൽ ഇട്ടതും ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് കാണിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കുറച്ച് ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത്. അതാണ് സത്യം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങും. എന്റെ വീഡിയോയുടെ വ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച പോലും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. എന്റെ വീഡിയോക്ക് 1000 താഴെയുള്ളൂ, 1000 ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര, ഈ കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര വൈറലായി. ഞാൻ ഈ വീഡിയോ ഇത്ര വൈറലാണ്, ഇത്ര ആൾക്കാർ ഏറ്റെടുക്കണം, ഇങ്ങനെ വലിയൊരു സെൻസേഷൻ ആണെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിക്കാതെ പോയതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ഇതുപോലെ അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ട് അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. പ്രീ ക്യാപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 20 മിനിറ്റോളം ഞാൻ ആ ഒരു ട്രാവലിലോട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അവസാനം നടന്നത്. വീഡിയോയുടെ ഇംപ്രഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ആകെ ഒരു 1.5 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെയാണ് ആൾക്കാർ ഒരു 10-20 മിനിറ്റുള്ള വ്ളോഗിൽ പോലും കണ്ടിട്ടുണ്ടാവാം. രാജപ്പ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഒറ്റപ്പാലോ. അപ്പൊ അത് പറഞ്ഞ കണക്ക് മുഴുവൻ കാണണം, അവരെന്താണെന്ന് അറിയണം. അതെന്താ ഞാൻ തറവാട്ടി പറഞ്ഞവനാ. നമ്മള് സേഫ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെ എന്തെല്ലാം ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിക്കാനും കൂടിയാണ് ആ പ്രീ ക്യാപ്പ് ഓഡിറ്റ്. ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.